നമസ്കാരം. കൃഷിദീപത്തിൻ്റെ പുതിയൊരു ദളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണ്ണിനെ അറിയുന്നവർ മനുഷ്യരാവും എന്ന ചൊല്ലിന് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ലോകത്തിൻ്റെ വിശാല ചക്രവാളങ്ങൾ എത്രമേൽ വെട്ടിപ്പിടിച്ചാലും സ്വന്തം നാടും ആ മണ്ണിലെ അധ്വാനവും അമൂല്യം തന്നെ. കുട്ടനാടിൻ്റെ മണ്ണിൽ പിറന്ന് അമേരിക്കൻ വ്യവസായ ലോകത്തേക്ക് എത്തിയെങ്കിലും ജോയ് ലൂക്കോസ് സ്വന്തം നാടിനെ മറന്നില്ല. നെല്ലും മത്സ്യവും സർവവും കൃഷിയിടത്തിലൊരുക്കി ഹരിതഭൂമിയുടെ സാർവശോഭ നാടിനു പകർന്ന ജോയ്ച്ചനും അദ്ദേഹത്തിൻ്റെ കൃഷിയിടവുമാണ് ഇന്ന് കൃഷിദീപത്തിൽ. 1000 വർണ്ണങ്ങൾ പൂപ്പാലിക തീർക്കുന്ന കുട്ടനാടൻ വാനം. തെങ്ങിൻ തലപ്പുകൾക്ക് വിരിഞ്ഞാടാൻ ഭൂമിക നൽകി. മുഖം നോക്കി കണ്ണെഴുതാൻ ജലപാളികൾ നൽകി. സ്വർഗീയ സൗന്ദര്യത്തിൻ്റെ മാറ്റെഴുന്നു നിൽക്കുന്ന മണ്ണിൻ ശലാക. വിയർപ്പുനീർ വീണ് കുതിർന്ന വയലേലകൾ. ആയിരങ്ങൾക്ക് അന്നം നൽകി ഊട്ടി വളർത്തിയ ചൈതന്യം. തുമ്പികൾക്കും പൂമ്പാറ്റകൾക്കും മതിച്ചുണ്ണാൻ പൂമ്പൊടിയും തേനും നൽകിയ നിറമാധുര്യം. മനുഷ്യപാപങ്ങൾക്ക് മായ്ക്കാൻ കഴിയാത്ത തിരുശേഷിപ്പുകളുമായി ഇന്നും. കുട്ടനാടിൻ്റെ മാറിൽ നിന്ന് ഉയിർകൊണ്ട കർഷകർ ലോകമെമ്പാടുമുണ്ട്. പതിറ്റാണ്ടു മുമ്പ് ഈ മണ്ണിനെ ഉർവരമാക്കാൻ വിയർപ്പ് നൽകിയവർ. അവരിലൊരാൾ ഇന്നുമുണ്ട്. നീണ്ടൂർ ചെമ്മാച്ചേൽ ലൂക്ക. മക്കളും നല്ല കർഷകരാകാൻ ലൂക്ക കൊതിച്ചു. ദൈവസാന്നിധ്യമുള്ള ഇടങ്ങളിൽ മനുഷ്യൻ സമാധാനത്തോടെയിരിക്കുന്നു. അവർ കളിച്ചും ചിരിച്ചും ആഹ്ലാദങ്ങൾ പങ്കുവച്ചു. കയറിൽ ബലാബലം പങ്കുവച്ചു. എല്ലാവരും ചേർന്ന് എല്ലാ സന്തോഷങ്ങളും വീതം വയ്ക്കുന്നിടം. ഇവിടെ വീട്ടുകാരും നാട്ടുകാരുമില്ല. പലപ്പോഴും വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ആത്മാവിൻ്റെ ആഹ്ലാദ തിരയടികൾ മാത്രം. അപ്പൻ ലൂക്കായും അമ്മ ലില്ലിയും എല്ലാവരെയും മക്കളെപ്പോലെ കണ്ടു. അവർക്ക് ഭൂമിയിൽ നല്ല വഴികൾ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു. ലൂക്കായുടെ കൈപിടിച്ച് വരമ്പിലേക്കിറങ്ങിയ മക്കളിൽ ഓമനയായിരുന്നു ജോയി. 4 നൂറ്റാണ്ട് മുമ്പ് കടൽ കടന്നു പോയെങ്കിലും അമേരിക്കൻ മലയാളി വ്യവസായി എന്ന ലേബലിൽ ഒതുങ്ങി നിൽക്കാൻ ജോയിക്ക് കഴിയുമായിരുന്നില്ല. ഒരു കുട്ടനാട്ടുകാരൻ്റെ ഗൃഹാതുരത്വം എവിടെയോ പതിഞ്ഞുകിടന്നു. മണ്ണിനോടും പച്ചപ്പിനോടും ആർദ്രലീനമായ മനസ്സ്. തന്നെ താനാക്കിയ വയലേലകളിലൂടെ അപ്പൻ്റെ കൈപിടിച്ച് നടക്കാൻ ഇന്നും ഹൃദയം തുടിക്കും. അനുഭവ സത്യങ്ങളുടെ ഇടുങ്ങിയ ജാലകങ്ങളിലൂടെ ലോകത്തിൻ്റെ വിശാല വാതായനങ്ങൾ തനിക്കു കാണിച്ചു തന്ന ഭൂമിക. അത് സ്വർഗമാക്കണം. അവിടെ പുതിയ ആകാശവും ഭൂമിയും തീർക്കണം. ആ തീരുമാനം ഉറച്ചതായിരുന്നു. ജോയ്ച്ചൻ്റെ JS ഫാമിന് ഇന്ന് പ്രസിദ്ധിയേറെ. വിശാലമായ നീലാംബര പന്തലിന് താഴെ കൽപ്പവൃക്ഷങ്ങൾ ഹരിതചിത്രങ്ങൾ വരയ്ക്കുന്ന വിസ്മയതീരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഏവർക്കും സ്വാഗതം എന്നെഴുതിയ കമാനങ്ങൾ. കടന്നു ചെല്ലുന്നവർക്ക് എവിടെയും പണം മുടക്കേണ്ടതില്ല. നന്മകളുടെ വിളഭൂമിയെ കണ്ണുകൾ കൊണ്ട് തഴുകാൻ ദൈവമൊരുക്കിയ അവസരങ്ങൾ. അവിടെ പിഴ ചുമത്താൻ ആർക്കവകാശം? കൃഷിയുടെ കേദാരമായ JSലെ നേർക്കാഴ്ചകൾ പകർത്താൻ ഞങ്ങളെത്തി. ചെമ്മാച്ചേൽ തറവാട്ടിന് മുന്നിൽ കരനെല്ല് വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. കാറ്റിലാടുന്ന ഈ കരപ്പച്ച ആസ്വദിക്കാനുണ്ട്. സ്നേഹോഷ്മള സ്വാഗതത്തിൻ്റെ കരം കവർന്ന് നടക്കുമ്പോൾ വയൽക്കാഴ്ചകൾ വിശേഷങ്ങളായി.
കുടുംബാംഗങ്ങളും സഹോദരങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ കൈവഴികളിൽ പിരിഞ്ഞപ്പോൾ അവരെ വയലിലെ പ്രതിമകളാക്കി ജോയിച്ചൻ പ്രതിഷ്ഠിച്ചു. ഇത് ഞങ്ങളുടെ കുടുംബം എന്ന ബോർഡും വെച്ചു. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാക്കാൻ സാങ്കല്പികമെങ്കിലും ഒരുമ തന്നെ വേണം. ഒന്നാന്തരമൊരു ഫാം ഹൗസാണ് JSൽ തീർത്തിരിക്കുന്നത്. നഗരകാന്താരത്തിൻ്റെ നിത്യപ്രയാണങ്ങളിൽ കഴിയുന്നവർക്ക് ഒരു വേള ഹൃദയം തുറന്ന് ആസ്വദിക്കാൻ നിർവൃതിയുടെ ഹരിത തീരമണയാൻ ഒരു സ്വർഗം. വേനൽ അവധിയിൽ കുട്ടികൾ ഇവിടെ കുതറിമറിയും. പച്ചപ്പുൽമേടുകളിൽ ഗ്രീക്ക് റോമൻ പ്രതാപം അശ്വപ്രതിമകളായി തേരുരുട്ടും. കുതിച്ചു ചിതറുന്ന ജലധാര മണ്ണും മനസ്സും തണുപ്പിക്കും. കാലപ്രയാണത്തെ ചരിത്രമാക്കുന്ന രഥചക്രങ്ങൾ, കൽമണ്ഡപങ്ങൾ, സ്തൂപങ്ങൾ, വിളക്കുമാടങ്ങൾ, കെട്ടുവള്ളങ്ങൾ ആകർഷകമാക്കുന്ന മറ്റൊരിടത്ത് വാത്തുകൾ നീന്തിത്തുടിക്കുന്ന കരിങ്കൽ ചിറകൾ, പ്രതിമയും രാജകുമാരിയും അലങ്കരിക്കുന്ന ഉദ്യാനങ്ങൾ, ചെറുവൃക്ഷങ്ങൾ, കുള്ളൻ മരങ്ങൾ, കുമിൾക്കുടകൾ എന്നുവേണ്ട എല്ലാം കണ്ട് കൺകുളിർക്കെ ഫാമിലേക്ക് പോകാം. ആദ്യം ഞങ്ങളെ വരവേറ്റത് ഓസ്ട്രേലിയൻ താരങ്ങൾ തന്നെ. പരിണാമശാസ്ത്രജ്ഞന്മാർക്ക് ഇന്നും ഒരു അത്ഭുതമായ എമു പക്ഷികൾ, യുഗങ്ങളായി മാറ്റമില്ലാതെ തുടരുന്നവർ. ഓസ്ട്രേലിയൻ തലയെടുപ്പും ഗർവുമുള്ള അവർക്കായി അയൺ പൈപ്പുകളിൽ ഉയർന്ന ഭംഗിയുള്ള കൂടുകൾ. കമ്പിവലക്കണ്ണികൾ അതിന് അതിരൊരുക്കുന്നു. കുട ചൂടിയ തണൽ മരങ്ങൾക്ക് താഴെ ചെറുവൃത്തത്തിൽ സിമന്റ് തറ. എല്ലാം അറിയുന്നവരാണ് എമു പക്ഷികൾ. കായാമ്പൂ വർണ്ണമുള്ള ആ കഴുത്തിൽ തലോടി കങ്കാരുവിൻ്റെ നാട്ടിലെ പക്ഷിയോട് ജോയിച്ചൻ കിന്നാരം പറയും. ഓസ്ട്രേലിയൻ ഭാഷയിൽ അവർ തിരിച്ചുമെന്തോ. കൊത്തിയരിഞ്ഞ പച്ചക്കറിയാണ് തീറ്റ. അത് ജോയിച്ചൻ്റെ കയ്യിൽ നിന്ന് തന്നെ അകത്താക്കാൻ അവർക്ക് ആവേശം. കിട്ടാത്ത ചിലർ അവിടെ ചിണുങ്ങി നിന്നു. നോക്കി നിൽക്കുമ്പോൾ ഒരു ജോഡി പുതുതാരങ്ങൾ വന്നിറങ്ങി. വണ്ടിയിൽ നിന്നിറക്കി അവയെ കൂട്ടിലെത്തിക്കാൻ പിടാപ്പാട്. അര കിലോ ഭാരമുള്ള പച്ചമുട്ടകൾ ജോയിച്ചൻ തൂവാലയാലെടുത്തു. വിരിയിക്കാനുള്ളതാണ്, സൂക്ഷ്മ ശ്രദ്ധ വേണം. തണലോരത്ത് കോഴികൾക്കായി പ്രത്യേകം കൂടുകളുണ്ട്. അവിടെ ഗ്രാമലക്ഷ്മി പുള്ളിക്കോഴികൾ യഥേഷ്ടം. മറ്റൊരിടത്ത് ഗിനിപ്പന്നികൾ ഒന്നുമേ അറിയാതെ കഴിയുന്നു. അവരെ കാണാൻ കുട്ടികൾക്ക് ആവേശം. എല്ലാത്തിനും ഒത്ത നടുക്ക് വലിയ ഫാം. മികച്ച ഗോവൃന്ദമുണ്ടിവിടെ. വരുന്നവർക്കെല്ലാം നല്ല പാൽ നൽകണമെന്ന് നിർബന്ധമുണ്ട് ജോയിക്ക്. അതുകൊണ്ട് തന്നെ പൂവാലികൾ 2 ഡസനോളമുണ്ട്. അയർലൻഡുകാരികളായ ഹോൾസ്റ്റൈൻ തന്നെ ഏറെ. അവർക്കായി സ്വർഗീയ സൗകര്യങ്ങൾ. വെയിലിനെ മറയ്ക്കാൻ തണൽ വലകൾ, കുളിർക്കാറ്റേകാൻ പങ്കകൾ, ആടിയുലഞ്ഞു നിൽക്കാൻ റബ്ബർ മാറ്റുകൾ. കൂട്ടത്തിൽ കുസൃതിക്കുറുമ്പികളെ അഴിച്ചിറക്കാൻ ജോയിച്ചന് ഇഷ്ടമാണ്. പവർ ഹോസിൽ നിന്നെത്തുന്ന വെള്ളം എല്ലാം വൃത്തിയാക്കും. മേനി മിനുക്കാൻ വൈക്കോൽ കച്ചയുമായി ജോയിച്ചനും കൂടും. നീർത്തുള്ളികൾ ചിതറി വീഴുന്നതോടെ ഗോക്കൾക്കും ആവേശമേറും.
കറവയ്ക്ക് മുമ്പ് അവർക്ക് മുന്നിൽ വലിയ പാത്രങ്ങൾ നിരക്കും. എല്ലാവർക്കും തീറ്റ സ്വന്തം കയ്യാൽ. പെല്ലറ്റ് തന്നെ മുഖ്യ ആഹാരം. തരാതരം പോലെ അത് പകുത്തു നൽകാൻ ജോയിച്ചൻ റെഡി. കപ്പ കൊത്തിയരിഞ്ഞത് മറ്റൊരിടത്തുണ്ട്. വൈക്കോലാകട്ടെ സമൃദ്ധം. ഗോഡൌണുകളിൽ എപ്പോഴും തീറ്റ തയ്യാറാണ്. എന്തുണ്ടെങ്കിലും പച്ചപ്പുല്ലില്ലെങ്കിൽ കാര്യമില്ലെന്നറിയാം. പാരപ്പുല്ലും ഗിനിയും സിഗ്നലുമൊക്കെ സമൃദ്ധമായെത്തുമ്പോൾ ഗോക്കൾ ഒരു ചുരത്തിന് തയ്യാർ. നാട്ടിലുള്ളപ്പോൾ കറവയ്ക്ക് ജോയിച്ചൻ തന്നെ മുൻകൈയെടുക്കും. വൃത്തിയും വെടിപ്പും പ്രധാനം. കുസൃതിക്കാർക്ക് കൈക്കറവ തന്നെ. അല്ലാത്തവർ യന്ത്രത്തിൻ്റെ സുഖമറിയും. 10 ലിറ്റർ പാലുള്ളവർക്ക് 5 മിനിറ്റ് ധാരാളം. പാലിൽ അല്പം കൊഴുപ്പേകാൻ മഹിഷസുന്ദരിയുമുണ്ട്. പേര് ഉണ്ണിമേരി. നിറം കറുപ്പാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ കറുപ്പിന് 7 അഴകെന്ന മറുപടി. ജയസിൻ്റെ പശുവിൻ പാൽ കുടിക്കാനും വാങ്ങാനും നാട്ടുകാർക്കും അവസരം. ഉച്ചയോടെ പാൽ വിതരണം തുടങ്ങും. കുപ്പികളിലും പാത്രങ്ങളിലുമായി നറും പാൽ നീണ്ടൂരിലെ വീടുകളിലെത്തും. ചോദിച്ചാൽ ഈ കൃഷിയുടെ ഏറ്റവും ഹരിതാപമായ ഒരു കുട്ടനാട്ടിലാണ് നമ്മൾ. ഈ കൃഷിയുടെ ഒരു കല എങ്ങനെയാണ് ജോയിച്ചിന് കിട്ടുന്നത്? എൻ്റെ കുടുംബം എന്ന് പറയുന്നത് കൃഷിക്കാരായിരുന്നു. ചെറുപ്പം മുതലേ മനസ്സിൽ കൃഷി ചെടികളോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ളൊരു കൃഷി, അതായത് ആളുകളെ കാണാൻ ആകർഷിക്കുകയും അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ജോയിച്ചിന് ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം എന്താണ്? ഇപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു ചേട്ടൻ്റെ മോൻ, ഇപ്പം ഞാൻ അമേരിക്കയിലാണ്. ഒരു ദിവസം അവൻ പ്രീ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് അമേരിക്ക വരുമ്പോഴത്തേന് ഞാൻ ചോദിച്ചു, നെൽകൃഷി ചുമ്മാ സംസാരിച്ച വഴിക്ക് നെൽകൃഷി കണ്ടിട്ടുണ്ട്. എറണാകുളത്താണ് അവൻ താമസിക്കുന്നത്. നെൽകൃഷി എന്നുള്ളൊരു സംഭവം കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഞാൻ അവനെ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ പ്രതിനിധിയായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള കൃഷി രീതികൾ നമ്മൾ ചെറുപ്പത്ത് കണ്ട് പരിശീലിച്ച നമുക്ക് ആവശ്യമായ കൃഷി രീതികളെല്ലാം ഇതിൽ ചെയ്യുകയും അത് പടങ്ങളിൽ മാത്രമാണ് ഇപ്പം കുട്ടികൾ കാണുന്നത്. അത് യഥാർത്ഥത്തിൽ വന്ന് കാണാനുള്ള സൗകര്യം. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നിരവധി ഉൽപ്പന്നങ്ങളുണ്ട്. പ്രധാനമായിട്ട് മുട്ടയുണ്ട്, പാലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വരുന്ന സന്ദർശകർക്ക് വേണ്ടി ആണോ അതേ പുറത്തേക്ക് വിൽക്കാൻ വേണ്ടിയാണോ? ഇല്ല, പുറത്തൊരിക്കലും വിൽക്കില്ല. ഇവിടെ വരുന്നവർ ആവശ്യക്കാർ ഇവിടെ വരും. നേരിട്ട് മുട്ട, പാല്, ഇവിടെയുള്ള വാഴ, കൊല എല്ലാം നേരിട്ട് തന്നെ മേടിക്കുകയാണ്. അവർക്കറിയാം. ഇപ്പോൾ ഒരു നെല്ല് അല്ലെങ്കിൽ ഒരു വാഴക്കൊല വെട്ടുമ്പം അവർക്കറിയാം വാഴയിൽ നിന്നും വെട്ടി നമ്മൾ കൊടുക്കുകയാണ്. 1000 കൊയ്ത്തു കണ്ട കുട്ടനാട്ടിൽ വയൽച്ചിറകൾക്ക് നടുവിൽ ജോയിച്ചനൊപ്പം ഞങ്ങൾ നടന്നു. ഓരോ നെടുവീർപ്പിനും ഓരോ കവിൾ നറുശ്വാസം നുകരാൻ പ്രഭാത സവാരിക്കാർ വരുന്ന വഴികളിലൂടെ ഹരിത ചിത്രങ്ങൾ കണ്ട് കണ്ണെത്താ ദൂരത്തോളം ഇരുപുറവുമുണ്ട് വാഴ. ചങ്ങഴിക്കോടൻ നേന്ത്രനാണ് ഏറെയും. കൂട്ടത്തിൽ ലാൽക്കേലയും ഞാലിപ്പൂവനും അങ്ങിങ്ങ്. നീലാകാശം കണ്ണാടി നോക്കുന്ന ചിറയുടെ കവിൾത്തടങ്ങളിലൂടെ ഇടയ്ക്ക് തോണി തുഴയാം. നീർപ്പരപ്പിൽ ചിനുപ്പുകൾക്കിടയിൽ കുട്ടനാടൻ മാറിലൂടെ ഒഴുകി നടക്കുന്നതിൻ്റെ തായും ചന്തവും ഒന്ന് വേറെ.